സീതാദേവിയെ അന്വേഷിച്ച് കണ്ടുകിട്ടാത്തതിനാൽ വാനരന്മാർ വിഷമിക്കുന്നു. കാര്യം സാധിക്കാതെ തിരികെ ചെന്ന സുഗ്രീവൻ നമ്മളെ വധിക്കും. അതിൽ ഭേദം ഉപവസിച്ച് മരിക്കാം എന്ന് പറഞ്ഞ് ദർഭ വിരിച്ച് വാനരർ എല്ലാം ക്ഷീണത്തോടെ അവിടെ കിടക്കുന്നു. അപ്പോഴാണ് ഒരു ഗുഹയിൽ നിന്നും സമ്പാതി എന്ന പക്ഷി പുറത്തേക്ക് വരുന്നത്. ചിറകില്ലാത്ത എനിക്ക് ദൈവം കൊണ്ടുവന്ന ഭക്ഷണമാണിതെല്ലാം എന്ന് പറഞ്ഞ് സമ്പാതി വാനരന്മാരുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഇത് കണ്ട് ഭയന്ന വാനരർ പറയുന്നു, ഈ പക്ഷി എന്തു ഭയങ്കരനാണ്! പക്ഷെ ഇവനെപ്പോലെ ഉള്ളവൻ തന്നെയല്ലേ ആ ജടായു? അവൻ ശ്രീരാമന് വേണ്ടി മരിക്കാൻ വരെ തയ്യാറായില്ലേ? ജടായു എന്ന പേര് കേട്ടതും സമ്പാദിയുടെ കണ്ണുകൾ വിടർന്നു. നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? ജടായു എന്ന പേര് പറഞ്ഞത് എന്താണ്? സമ്പാദിയുടെ ഈ ചോദ്യങ്ങൾ കേട്ട ബാലിപുത്രനായ അംഗദൻ പറഞ്ഞു, ശ്രീരാമൻ്റെ ഭാര്യയായ സീതയെ ദുഷ്ടനായ രാവണൻ കട്ടുകൊണ്ടുപോയി. ആ സമയം ജടായു രാവണനെ തടയാൻ ശ്രമിച്ചു. പക്ഷേ ആ ദുഷ്ടൻ അവനെ വെട്ടിയിട്ടതിന് ശേഷം സീതയെയും കൊണ്ടുപോയി. ആ ദേവിയെ അന്വേഷിച്ച് കണ്ടെത്താൻ സുഗ്രീവാജ്ഞാവശാൽ വന്ന വാനരന്മാരാണ് ഞങ്ങൾ. അങ്ങ് ആരാണ്? സീതാവിശേഷം അറിയാമെങ്കിൽ പറഞ്ഞു തരൂ. ഉടൻ സമ്പാതി പറഞ്ഞു, എൻ്റെ സഹോദരനാണ് ജടായു. എന്നെ എടുത്ത് നദീതീരത്ത് കൊണ്ടുപോയി സഹോദരന് വേണ്ടി ഉദകക്രിയകൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വാക്സായം ചെയ്യാം. അങ്ങനെ കർമ്മങ്ങൾ ചെയ്തതിന് ശേഷം ജടായു പറഞ്ഞു, ഞാനൊരു പരുന്തായതിനാൽ എനിക്ക് ദൂരെയുള്ളതൊക്കെ കാണാം. അതുകൊണ്ട് സമുദ്രത്തിൻ്റെ മധ്യയുള്ള ലങ്കാപുരിയിൽ അശോകവനത്തിൽ രാക്ഷസികളുടെ മധ്യത്തിൽ സീതാദേവി ഇരിക്കുന്നു. ദൂരെ ഒരു 100 യോജനയുണ്ട്. നിങ്ങളിൽ ആർക്കാണ് ഈ സമുദ്രം ചാടിക്കടക്കാൻ പറ്റുന്നത് അവർ ദേവിയെ കണ്ട് തിരികെ വരാം. അത് നിങ്ങൾ പരസ്പരം തീരുമാനിക്കുക. ഇനി ഞങ്ങളുടെ കഥ പറയാം എന്ന് പറഞ്ഞ് സമ്പാതി തുടർന്നു. ഞാനും ജടായുവും ഏറ്റവും ഉയരത്തിൽ ആർക്ക് പറക്കാൻ പറ്റും എന്നിങ്ങനെ പരീക്ഷിച്ച് നോക്കുന്നതിനിടയിൽ ജടായുവിൻ്റെ ചിറകിൽ സൂര്യരശ്മി മൂലം തീ പിടിക്കുന്നത് കണ്ട് അവനെ രക്ഷിക്കാൻ അവന് മുകളിൽ ഞാൻ രക്ഷയ്ക്കായി നിൽക്കുകയും എൻ്റെ ചിറക് കരിഞ്ഞ് ഞാൻ ഭൂമിയിൽ വീഴുകയും ബോധമില്ലാതെ 3 ദിവസം കിടക്കുകയും ചെയ്യുന്നു. പിന്നീട് നിശാകരൻ എന്ന താപസൻ എന്നെ കാണുകയും അദ്ദേഹം എൻ്റെ ചിറക് കരിഞ്ഞതിനുള്ള കാരണം തിരക്കുകയും ഞാൻ നടന്ന കാര്യം പറയുകയും ചെയ്തു. എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എൻ്റെ ചിറക് നഷ്ടമായി, എനിക്ക് ജീവിക്കാനുള്ള മാർഗം കൂടി പറഞ്ഞു തരണമേ. അപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിൻ്റെ ദേഹം എന്നുള്ള അഹംബുദ്ധിയല്ലേ ഇങ്ങനെയായി തീരാൻ കാരണം എന്ന് പറഞ്ഞ് ഒരു മനുഷ്യൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള കഥ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. ഒടുവിൽ പറഞ്ഞു, സീതാദേവിയെ തിരഞ്ഞ് നിൻ്റെ അടുത്ത് വാനരന്മാർ വരും. അവർക്ക് വേണ്ട മാർഗനിർദ്ദേശം നൽകിക്കഴിഞ്ഞാൽ നിനക്ക് പുതിയ ചിറകുകൾ ഉണ്ടാകുന്നതാണ് എന്ന് അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. കണ്ടില്ലേ എനിക്ക് ഇത്രയും പറഞ്ഞതിന് ശേഷം പുതിയ ചിറകുകൾ വന്നത് എന്ന് പറഞ്ഞ് സമ്പാതി പറന്നു മറയുന്നു.